ഹായ് എവ്രി വൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് CSS അല്ലേ, ഇന്റേണലും എക്സ്റ്റേണൽ അതുപോലെ തന്നെ ഇൻലൈൻ, 3 CSSും 3 രീതിയിൽ എങ്ങനെയാണ് നമ്മൾ CSS സ്റ്റൈല് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ നോക്കി ഏതാണ് നമ്മൾ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ് CSS എക്സ്റ്റേണൽ CSS എങ്ങനെ ചെയ്യാം, എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഷോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കണക്ഷൻ കൊടുത്തിട്ട് ക്ലിയർ ചെയ്തു. അതായത് കണക്ഷൻ കൊടുത്ത് ലിങ്ക് CSSും HTML ഡോക്യുമെന്റും കൂടി എന്ത് ചെയ്തു, കണക്ഷൻ കൊടുത്താണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത് അല്ലേ. അതിൽ വരുന്ന ചേഞ്ചസും നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ CSSൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ ടാബിൾ പ്രിപ്പയർ ചെയ്ത് നോക്കിയില്ലേ, എങ്ങനെയാണ് ടാബിൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് നമ്മൾ എന്താ ചെയ്തത്, ടാബിൾ ഹെഡ് എന്നുള്ളതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വീണ്ടും 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 ഒരുപാട് പ്രാവശ്യം ഒരേ സ്റ്റൈൽ തന്നെ വീണ്ടും വീണ്ടും വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലൈൻസ് ഓഫ് കോഡ് എന്താണ് ഒരുപാട് കൗണ്ട് ഒരുപാടുണ്ട് അല്ലേ. എന്താണ് സ്റ്റൈൽസ്, ഇവിടെ സ്റ്റൈലിൽ ബോർഡർ 2 പിക്സൽ സോളിഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം THനെ സ്റ്റൈൽ ചെയ്ത് അതേപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്ത് നമ്മൾ അടുത്ത THന് നമ്മൾ എന്ത് കൊടുത്തു, ടാബിൾ ഹെഡിന് നമ്മൾ എന്ത് കൊടുത്തു, ബോർഡർ 2 പിക്സൽ സോളിഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുത്തു. വീണ്ടും എന്ത് ചെയ്തു, ബോർഡർ 2 പിക്സൽ സോളിഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു, സ്റ്റൈലിൽ ബോർഡർ 2 പിക്സൽ സോളിഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുത്തു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്താ ചെയ്തത്, എല്ലാ ടാബിൾ ഹെഡിനും എന്താണ് ഓരോ ടാബിൾ ഹെഡിനും നമ്മൾ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ഇൻലൈനിൽ നമ്മൾ കോഡ് എഴുതി അല്ലെങ്കിൽ CSS ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഈ ഒരു സ്റ്റൈൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, തൽക്കാലം ഈ ഒരു സ്റ്റൈൽ ഇതിൽ നിന്നെല്ലാം കളയുന്നുണ്ട്. ഓക്കെ, ഈ 4 ടാബിൾ ഹെഡിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഈ സ്റ്റൈൽ അവിടെ കളഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെ എന്തില്ല, ടാബിൾ ഹെഡിൽ സ്റ്റൈൽ ഇല്ല. ബാക്കിയുള്ള അവിടെ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ടാബിൾ ഹെഡിൽ സ്റ്റൈൽ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാബിൾ ഹെഡിൽ നിന്ന് ബോർഡർ പോകണം. എന്ത് ചെയ്തു, ജസ്റ്റ് റൺ ചെയ്തു, കണ്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ടാബിൾ ഹെഡിന് എന്ത് ചെയ്തു, ആ ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ബോർഡർ എന്ത് ചെയ്തു, ടാബിൾ ഹെഡിൽ നിന്ന് പോയി. എങ്ങനെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, ഈ ഒരു രീതിയിലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടാബിൾ ഹെഡിന്റെ ബോർഡർ കളഞ്ഞപ്പോൾ നമുക്ക് ടാബിൾ ഹെഡിന്റെ ബോർഡർ നിന്ന് മിസ്സായി. ഓക്കെ, നമ്മൾ ആ സ്റ്റൈൽ എന്ത് ചെയ്തു, അതിൽ നിന്ന് നമ്മൾ ഇൻലൈൻ ആയിട്ട് നമ്മൾ സ്റ്റൈൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് എക്സ്റ്റേണലിലോട്ട് എങ്ങനെ മാറ്റാന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ TH അല്ലേ, ഈ THന് നമുക്ക് വേണം എന്തിന്, ബാക്കി എല്ലാ THനും എന്ത് കിട്ടണം, ഈ ഒരു സ്റ്റൈൽ കിട്ടണം അല്ലേ. അപ്പോൾ THന് എല്ലാവരും നമുക്ക് സ്റ്റൈൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരേ സ്റ്റൈൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ THനുള്ളിൽ എന്ത് ചെയ്യാം, TH നമ്മൾ ഓൾറെഡി ഇവിടെ മുമ്പ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി പ്രോപ്പർട്ടീസ് ആൻഡ് വാല്യൂസ് അല്ലെങ്കിൽ സ്റ്റൈൽ എന്ത് ചെയ്താൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതിലോട്ട് സ്റ്റൈൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡർ മാറ്റി എന്ത് ചെയ്തു, 2 പിക്സൽ, പിന്നെന്താണ് സോളിഡ് ബ്ലാക്ക്. ഓക്കെ, അതേ സ്റ്റൈൽ ഞാൻ ഇപ്പം എന്ത് ചെയ്തു, ഇവിടെ style.css എന്ന് പറഞ്ഞ ഫയലിൽ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ വരുന്ന മാറ്റം നോക്കാം. ഓക്കെ, സേവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ എന്തായി, ആ ബോർഡറിന് ആ ഹെഡിനൊക്കെ എന്ത് വന്നു, പഴയ പോലെ തന്നെ ബോർഡർ വന്നു. മാത്രമല്ല എന്ത് ചെയ്തു, അടുത്ത ടാബിൾ ഉണ്ടായിരുന്നു നമുക്ക്, എവിടെ രണ്ടാമത്തെ ഒരു ടാബിൾ ഉണ്ടായിരുന്നില്ല താഴെ, ആ ടാബിളിന് കൂടി എന്ത് വന്നിട്ടുണ്ട്, ആ ബോർഡർ വന്നിട്ടുണ്ട്. മനസ്സിലായോ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആ TH എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എലമെന്റ് വിളിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സ്റ്റൈൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ TH എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് നമ്മൾ നമ്മുടെ HTML ഡോക്യുമെന്റിൽ എവിടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ ആ HTML ഡോക്യുമെന്റ് എൻറ്റയർലി നമുക്ക് എന്ത് വരും, ആ ഒരു TH എവിടെ TH കോൾ ചെയ്തിട്ടുണ്ടെങ്കിലും TH യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ കൂടെ ഒക്കെ നമുക്ക് എന്ത് വരും, ഈ ഒരു ഡാറ്റ ഇതേ സെയിം സ്റ്റൈൽ നമുക്ക് എടുക്കും. ഓക്കെ, ആ THന് ഫുൾ എന്തെടുക്കും,
ഈ സെയിം സ്റ്റൈൽ എടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്. ഒരു ബെനിഫിറ്റ് എന്നുണ്ടെങ്കിൽ അതാണ്. എന്താണ്, നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലൈൻ ബൈ ലൈൻസ് ആയിട്ട് ഓരോ എലമെന്റ്സിനും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ പ്രാവശ്യവും ഇവിടെ നേരത്തെ നമ്മൾ എത്ര പ്രാവശ്യം ഒരു സ്റ്റൈല്, എത്ര പ്രാവശ്യം സെയിം സ്റ്റൈല് എത്ര പ്രാവശ്യം എഴുതി, ഇവിടെ 4 പ്രാവശ്യം എഴുതിയിട്ടാണ് 4 കോളത്തിനും അല്ലെങ്കിൽ 4 ഹെഡിനും നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ആ ഒരു ബോർഡർ കൊണ്ടുവരാൻ സാധിച്ചത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയാണോ? അല്ലല്ലോ. ഇവിടെ നമ്മൾ ഒറ്റ ഒരു ഹെഡിലോട്ട് തന്നെ ടേബിൾ ഹെഡ് TH എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ ഒരു എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, സ്റ്റൈൽ കൊടുത്തപ്പോഴേക്ക് ആ ഒരു എലമെന്റ് നെയിം വിളിച്ചിട്ട് ഒറ്റ പ്രാവശ്യം ആ സ്റ്റൈൽ എഴുതിയിട്ടുള്ളൂ. അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്തു, ആ HTML ഡോക്യുമെന്റിലുള്ള എൻറ്റയർ THനും അല്ലെങ്കിൽ ടേബിൾ ഹെഡിനും നമുക്ക് എന്ത് വന്നു, ഈ സ്റ്റൈൽ എടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്താണ് എക്സ്റ്റേണൽ CSS വർക്ക് ആവുക. ഇനി നമുക്ക് എന്ത് വേണം, TD കൂടി വേണം എഴുതാം. ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് എലമെന്റ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലമെന്റ് സെലക്ടർ എന്ന് പറയും. നമ്മൾ ഏത് എലമെന്റിനെ സെലക്ട് ചെയ്ത് CSS എന്തുണ്ടാവും, CSS ഒരു സെലക്ടർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എന്താണ് സെലക്ടർ? CSS സെലക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് HTML എലമെന്റിന് ആ എലമെന്റിന്റെ നെയിം വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു എലമെന്റിന് സ്പെസിഫൈ ആണല്ലോ നമുക്കൊരു സ്റ്റൈൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു എലമെന്റിലോട്ട് നമുക്ക് സ്റ്റൈൽ കൊടുക്കണം. അപ്പോൾ ഒരു P ടാഗിന് നമുക്കൊരു സ്റ്റൈൽ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു H1 ടാഗിന് നമുക്കൊരു സ്റ്റൈൽ കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ എലമെന്റിന് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണ്ടേ. H1 ആണെന്നുണ്ടെങ്കിൽ H1 എന്ന് കൊടുക്കണ്ടേ, അല്ലാന്നുണ്ടെങ്കിൽ P ആണെന്നുണ്ടെങ്കിൽ P എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ട. പാരാഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിൾ ടാഗിന് നമുക്ക് ഒരു സ്റ്റൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടേബിൾ, ആ ടാഗിന്റെ നെയിം എന്താണോ, ആ ടാഗ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വിളിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എലമെന്റിനെ ഡയറക്റ്റ്ലി വിളിച്ചിട്ട് നമുക്ക് അതിനൊരു സ്റ്റൈൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എൻ്റയർ HTML ഡോക്യുമെന്റിൽ നമ്മൾ HTML ഡോക്യുമെന്റിൽ ഉള്ള എത്രത്തോളം TH അല്ലെങ്കിൽ എത്രത്തോളം P ടാഗ്, നമ്മൾ P ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു P ടാഗിന് നമ്മൾ എന്ത് ചെയ്ത്, കളറ് റെഡ് കൊടുത്തു എന്ന് കരുതാം, കളറ് ബ്രൗൺ കൊടുത്തു എന്ന് കരുതാം. ഓക്കെ, ബ്രൗൺ കൊടുത്തു. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ HTML ഷീറ്റിൽ അല്ലെങ്കിൽ HTML ഡോക്യുമെന്റിൽ എവിടൊക്കെ നമ്മൾ P ടാഗ് യൂസ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം എൻ്റയർലി എന്തായിരിക്കും കളർ, അതിന്റെ ടെക്സ്റ്റിന്റെ കളർ എന്തായിരിക്കും, ബ്രൗൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, P ടാഗ് എവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ബ്രൗൺ വരും. കാരണം എന്താണ്, നമ്മളിവിടെ വിളിച്ചിട്ടുള്ളത് ഏത് എലമെന്റിന് സ്റ്റൈല് ബ്രൗൺ കളർ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, P എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റിന് ബ്രൗൺ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ ഒരു രീതിയിലായിരിക്കും ഫുള്ളി എടുക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ എലമെന്റിന്റെ പേര് വിളിച്ചിട്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ രീതിയിൽ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് എലമെന്റിലോട്ടാണോ അല്ലെങ്കിൽ ഏത് ടാഗിലോട്ടാണോ അല്ലെങ്കിൽ ഏത് എലമെന്റിലോട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് എലമെന്റിനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്, CSS കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എലമെന്റിനെ സ്പെസിഫൈ ആണല്ലോ, ആ ഒരു എലമെന്റിനെ ആണ് നമ്മൾ എന്താ പറയാ, ആ ഒരു രീതിയിൽ എലമെന്റിനെ സ്പെസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയാ, എലമെന്റ് സ്റ്റൈലിംഗ് എന്ന് പറയാം. മനസ്സിലായോ? അതായത് നമുക്ക് ഒരു CSS ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ അതിന്റെ ഒരു ഏത് എലമെന്റിനാണോ സ്റ്റൈല് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അതിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാന്ന് പറയാം. ആ ഒരു രീതിയിൽ അതിൽ നിന്ന് നമുക്ക് എലമെന്റിനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ടാഗിന്റെ പേര് വിളിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എലമെന്റിനെ ഡയറക്റ്റ്ലി വിളിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ P എന്ന് പറഞ്ഞ എലമെന്റിനെ, അല്ലെങ്കിൽ TD എന്ന് പറഞ്ഞ എലമെന്റിനെ, അല്ലെങ്കിൽ ടേബിൾ ഹെഡ് എന്ന് പറഞ്ഞ എലമെന്റിനെ വിളിച്ചിട്ട് ആണ് നമ്മൾ CSS സ്പെസിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും, അതിനാണ് നമ്മൾ എലമെന്റ് സ്റ്റൈലിംഗ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ എലമെന്റ് സെലക്ടർ എന്ന് പറയാം. ഓക്കെ, എലമെന്റ് സെലക്ടർ, അപ്പോൾ CSS സെലക്ടേഴ്സിൽ വരുന്ന ഒന്നാണ് എലമെന്റ് സെലക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലാസ് സെലക്ടർ ഉണ്ട്, പിന്നെ സ്യൂഡോ ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതെന്താണ്, എലമെന്റ് സെലക്ടർ ആണ്. അതേപോലെ ക്ലാസ് സെലക്ടർ ഉണ്ട്, ID സെലക്ടർ ഉണ്ട്, അതേപോലെ തന്നെ സ്യൂഡോ ക്ലാസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സെലക്ടേഴ്സ് ഉണ്ട്. അപ്പം പാരന്റ്
ചൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെലക്ടേഴ്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ അതിനനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഇപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എലമെന്റിന്റെ പേര് വിളിച്ചിട്ട് ഡയറക്റ്റ്ലി സ്റ്റൈൽ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, എലമെന്റ് സെലക്ടർ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിനാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, എലമെന്റ് സെലക്ടർ എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ഏത് രീതിയിലുള്ള സ്റ്റൈൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്, എലമെന്റിന്റെ പേര് വിളിച്ചിട്ടാണ് സ്റ്റൈൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അതിനുകൊണ്ട് നമുക്ക് അതിനെ എലമെന്റ് സെലക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, എല്ലാ എലമെന്റ്സിനും അല്ല, ആ പേരുള്ള എല്ലാ എലമെന്റ്സിനും ആ എലമെന്റ്സ് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ നമുക്ക് എന്ത് വരും, ആ സ്റ്റൈൽ വരും എന്നുള്ളതാണ് ഓക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടി എച്ച് ടി ഡി. അപ്പോൾ സെലക്ടേഴ്സ്, സിമ്പിൾ സെലക്ടേഴ്സിൽ വരുന്നതാണ് എന്ത്, ഈ പറഞ്ഞ എന്ത് എലമെന്റ് സെലക്ടർ എന്ന് പറയുന്നത്. എലമെന്റ് സെലക്ടർ ആണെന്നുണ്ടെങ്കിലും ക്ലാസ് സെലക്ടർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അതിൽ വരുന്നതാണ്. ഇപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ടി ഹെഡ് ഉണ്ട് അല്ല, ടി എച്ച് ഉണ്ട്. ടി എച്ചിന് നമുക്ക് എന്ത് കൊടുത്തു, ഈ സ്റ്റൈൽ കൊടുത്തില്ലേ, ടി എച്ച് നമുക്ക് സ്റ്റൈൽ റെഡ് അതേപോലെ ബോർഡറും കൊടുത്തില്ലേ. നമുക്ക് എന്തുകൂടി വേണം, ടി ഡി കൂടി വേണം. ടി ഡിക്ക് എന്ത് വേണം, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ടി ഡിക്ക് എന്ത് കൊടുക്കണം, ഈ സ്റ്റൈൽ നമുക്ക് ഒഴിവാക്കി കൂടെ, ഈ സ്റ്റൈലുകളൊക്കെ നമ്മൾ ഒഴിവാക്കി. ഇതിനെത്ര തോനെ എഴുതുന്നല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ഇൻലൈൻ ആയിട്ട് എഴുതിയിട്ടുള്ള സ്റ്റൈലുകളെല്ലാം ഒഴിവാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ടി ഡിക്ക് എന്ത് ചെയ്തു, ഇതേ സ്റ്റൈൽ ഞാൻ വീണ്ടും കൊടുത്തു. ബോർഡർ ടു പിക്സൽ സോളിഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്ത് വന്നു, ഇപ്പൊ എന്ത് വന്നു, സംഭവം എന്താ ചേഞ്ചസ് വന്ന് നോക്കണ്ടേ, കണ്ടോ. ഇപ്പൊ എന്ത് വന്നു, രണ്ട് ടാബിൾസിനും ഫുൾ ആയിട്ട് നമുക്ക് എന്ത് വന്നു, ബോർഡേഴ്സ് വന്നു. ഓക്കെ, എന്താണ് നമ്മൾ ആ ബോർഡേഴ്സ് എവിടെ കൊടുത്തത്, ഇവിടെ താഴെയുള്ള ടാബിളിനും കൂടി എന്തിനൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സ്റ്റൈൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതെന്ത് ചെയ്തു, നമ്മളെ CSS നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, കോമൺ ആയിട്ട് എല്ലാ ടി ഡിക്കും നമുക്ക് സ്റ്റൈൽ എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ എങ്ങനെ വന്നിട്ടുണ്ട്, ഫുൾ ടാബിളിനും അല്ലെങ്കിൽ ഫുൾ കോളത്തിനും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ബോർഡർ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡബിൾ ലൈൻ ആയിട്ടാണ് വന്നിട്ടില്ല, എന്തുകൊണ്ടാ അറിയോ, ഇവിടെ ടാബിളിന് ഔട്ടർ ടാബിൾ എന്ന് പറഞ്ഞ ടാഗിനും കൂടി എന്ത് കൊടുത്തിട്ടുണ്ട്, ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതിനെ കൊണ്ടാണ് അത് എവിടെ കൊടുത്തിട്ടുള്ളൂ, ഈ ഒരു ടാബിളിന് മാത്രം. കണ്ടോ, ഇവിടെ രണ്ട് ടാബിൾസുകളുണ്ട്. കണ്ടോ, ഇവിടെ എന്തുണ്ട്, ഇതൊരു ടാബിൾ അല്ലേ, ആ ടാബിൾ ഇവിടെ ക്ലോസ് ചെയ്തു. അതാണ് മേലത്തെ ഫസ്റ്റത്തെ ടാബിൾ. ഇതാണ് രണ്ടാമത്തെ ടാബിൾ. രണ്ടാമത്തെ ടാബിൾ നമ്മൾ ടാബിൾ ടാഗിന് എന്തെങ്കിലും സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടോ, ഇല്ല. ഫസ്റ്റ് ടാബിളിന് എന്ത് കൊടുത്തിട്ടുണ്ട്, സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. അതിനെ കൊണ്ട് എന്താണ്, ഈ ടാബിളിന് മാത്രം എന്തെടുത്തിട്ടുണ്ട്, ഒരു എക്സ്ട്രാ ബോർഡർ എടുത്തിട്ടുണ്ട്. ടാബിളിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബോർഡർ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനും രണ്ടിനും അതേപോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടാബിൾ എന്ന് പറഞ്ഞിട്ടൊരു ടാബിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു എലമെന്റ് സെലക്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ സ്റ്റൈൽ ഇവിടെ കോപ്പി ചെയ്താൽ മതി. ഓക്കെ, സ്റ്റൈൽ കോപ്പി ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, രണ്ട് ടാബിളിനും എന്ത് ചെയ്യണം, എടുക്കണ്ടേ, രണ്ട് ടാബിളിനും എന്ത് ചെയ്തു, ഔട്ടറിൽ സ്പേസ് ഇത് ബോർഡർ വന്നു. ഓക്കെ, ഇത് എല്ലാം കൂടി കൺജസ്റ്റഡ് ആയുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് തൽക്കാലം ഒരു BR ടാഗ് ഇടാം. BR ടാഗ് ഇട്ടു. ഇപ്പൊ എന്ത് ചെയ്തു, ഒരു സ്പേസ് വന്നില്ല. BR ടാഗ് ഇട്ടപ്പോൾ ഒരു ലൈൻ ബ്രേക്ക് വന്നു. ഈ ഒരു ലൈൻ ബ്രേക്ക് ഇടുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, CSS ഈ രണ്ട് ടാബിൾസ് തമ്മിൽ ഒരു മാർജിൻ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ടാഗ് ഞാൻ ഒഴിവാക്കി. ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്തു, ഇത് രണ്ടും കൂടി അടുത്തടുത്തായിട്ട് വന്ന് എടുക്കുന്നുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, അതിന് രണ്ടിനും ഇടയ്ക്ക് എന്ത് ചെയ്യണം, ടാബിളിന് ഒരു മാർജിൻ കൊടുക്കാം. മാർജിൻ എന്ന് പറയുമ്പോൾ മാർജിൻ എത്ര കൊടുത്തു, 10 പിക്സൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, സേവ് ചെയ്യുന്നു. ഇവിടെ വരുന്നു, കണ്ടോ, BR ടാഗ് ഒഴിവാക്കിയിട്ട് ഇവിടെ സ്പേസ് എടുത്തില്ലേ, മാർജിൻ കൊടുത്തു. അതായത് ടാബിളിന് 4 സൈഡിലും ഫുള്ളി എന്ത് വന്നു,
മാർജിൻ വന്നു, ഈ ടാബിളിനും വന്നു, ഈ ടാബിളിനും വന്നു. 10 പിക്സൽ വീതം വെച്ചിട്ട് എന്ത് ചെയ്തു, 4 സൈഡിലും ലെഫ്റ്റിക്കും റൈറ്റിക്കും ടോപ്പിക്കും ബോട്ടമുക്കും എന്തെടുത്തു, 10 പിക്സൽ വീതം മാർജിൻ എടുത്തു. അതിനുകൊണ്ടാണ് എന്ത് ചെയ്ത് ഇതിനിടയ്ക്ക് ഒരു സ്പേസ് വന്നത്. മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലമെന്റിന്റെ ഔട്ടറിലോട്ട് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ സ്പേസ്, ഇപ്പൊ നോട്ട്ബുക്കിൽ പേജ് കണ്ടില്ലേ, നോട്ട്ബുക്കിൽ പേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാർജിൻ വരക്കുന്നില്ലേ, മാർജിൻ വരച്ചിട്ടുണ്ടെങ്കിൽ മാർജിൻ ഉള്ളിലോട്ടല്ലേ പിന്നെ നമ്മൾ എന്ത് എഴുതുള്ളൂ, കാര്യങ്ങൾ എഴുതുള്ളൂ അല്ലെ. അപ്പൊ ഈ മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ബോർഡർ ലൈൻ ആണ്. ആ ബോർഡർ ലൈനിന്റെ പുറത്തോട്ട് നമുക്ക് എന്തുണ്ട്, സ്പേസ് ഉണ്ട്. ആ സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, മാർജിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കണ്ടില്ല മാർജിൻ വന്നിട്ടുണ്ട്. അപ്പോൾ മാർജിൻ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കൂട്ടി കൊടുക്കാം. 10 ഉള്ളത് എത്ര ആക്കാം, 20 ആക്കാം, 30 ആക്കാം, എത്രയാക്കാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്തു, ഇവിടൊക്കെ 4 സൈഡിൽ എന്ത് ചെയ്തു, മാർജിൻ എടുത്തു. ഇനി നമുക്ക് വേണം എന്ത്, ഇവിടെ എന്ത് ചെയ്യണം, താഴെ ഇത് രണ്ടും കൂടി കുറച്ചും കൂടി എന്ത് കൂടി വെക്കണം, കുറച്ചും കൂടി സ്പേസ് വേണം തോന്നുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാർജിൻ ബോട്ടം എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കാം, ഒരു 50 പിക്സൽ കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, കണ്ട ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള സ്പേസ് മാറി, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ളത് സ്പേസ് മാറി. എന്തുകൊണ്ടാ, പക്ഷെ മേലെ ആണെങ്കിൽ കൂടിയതും ഇല്ല, താഴെ മാത്രമാണ് കൂടിയത് അല്ലേ. അതെന്തുകൊണ്ടാണെന്നറിയോ, അത് മാർജിൻ ബോട്ടം വിളിച്ചാണ്. മുകളിൽ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, മാർജിൻ ടോപ്പ് വിളിച്ചാൽ മതി. മാർജിൻ ടോപ്പ് വിളിച്ചിട്ട് ഒരു 50 പിക്സൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാർജിൻ ടോപ്പ് വിളിച്ചിട്ട് 50 പിക്സൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി, മാറി എടുത്തില്ലേ, കണ്ട. അപ്പൊ എന്താ, മേലെ എടുത്തു താഴെ എടുത്തു. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതേപോലെ തന്നെ മാർജിൻ ലെഫ്റ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ 10 പിക്സൽ എടുക്കും, 10 പിക്സൽ എടുക്കും. മാർജിൻ റൈറ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ 10 പിക്സൽ എടുക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, 10 പിക്സലാണ്. അപ്പൊ എന്ത് ചെയ്തു, അതിന്റെ മാർജിൻ കുറഞ്ഞു. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഇവിടെ നമ്മൾ 20 പിക്സൽ നമ്മൾ വിളിച്ചിട്ടുണ്ട് ടോട്ടൽ എല്ലാ സൈഡിലും മാർജിൻ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ മാർജിൻ ലെഫ്റ്റും റൈറ്റും എന്ത് ചെയ്തു, 10 പിക്സൽ ആക്കിയപ്പോൾ എന്ത് ചെയ്തു, 20 പിക്സലിന് അത് ലെഫ്റ്റിലോട്ട് കുറഞ്ഞിട്ട് വന്നു. അതെന്ത്, അതിന്റെ മേലെ എന്താ ചെയ്തു, ഓവർ റൈഡ് ആയിട്ട് വന്നു. നമ്മൾ ഒന്നിലോട്ട് ഒരു ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, സ്പെസിഫൈ ചെയ്ത് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ആ സ്റ്റൈലാണ് പ്രയോറിറ്റി കൂടുതലാക്കിയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മാർജിന് ജസ്റ്റ് ഒരു 30 പിക്സൽ ആക്കി കൊടുത്തു നോക്കാം. 30 പിക്സൽ കണ്ടോ. അപ്പൊ എന്ത് ചെയ്തു, കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി. അപ്പോൾ ഈ ഒരു രീതിയിൽ മാർജിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് യൂസ് ചെയ്യാം, അല്ല മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അത് മാത്രമല്ല നമുക്ക് എന്ത് വേണം, ഇവിടെ കണ്ടോ ഈ ആദിൽ എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ട്. ബോർഡർമ തട്ടിയില്ല എന്നുള്ള രീതിയിലല്ലേ വന്നെടുക്കുന്ന ഒരു ഇത് നെയിമൊക്കെ കണ്ടില്ലേ, ഫുള്ള് കണ്ട ബോർഡർ ഫുള്ളായിട്ട് ഫില്ലായി കിടക്കണ മാതിരി ഉണ്ട് അല്ലെ, ഒരു വൃത്തി കിട്ടണില്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് ടേബിൾ ഹെഡ്, ഇപ്പൊ ടേബിൾ ഹെഡിലല്ലേ, ടേബിൾ ഹെഡ് എന്താണ്, ഫുള്ളായി കിടക്കും ഒരു സ്പേസ് ഇല്ലാത്ത പോലെ അല്ലെ. നമുക്ക് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് കൊടുക്കാം ഉള്ളിൽ. അതിനാണ് എന്ത് ചെയ്യാം, പാഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി. അതിൽ എന്ത് ചെയ്യാം, നമുക്കൊരു 10 പിക്സൽ കൊടുത്ത് നോക്കാം. 10 പിക്സൽ കൊടുത്തു, കണ്ടില്ലേ, ടേബിൾ ഹെഡിന് എന്ത് ചെയ്തു, 10 പിക്സൽ കൊടുത്തു. ഇതും ടേബിൾ ഹെഡാണ്, ഇത് രണ്ടും TH ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പാഡിങ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെയും എടുത്തിട്ടുണ്ട്. ഇവിടെ സൈസ് വലുതായിട്ടുണ്ട്, ടേബിളിന്റെ റോസിന്റെ ഹൈറ്റ് വലുതായിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ എന്തെടുത്തിട്ടില്ല, പാഡിങ് എടുത്തിട്ടില്ല. പാഡിങ് എടുക്കാതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഈ ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്, ബോർഡറിനോട് അടുത്തായിട്ട് വന്ന് കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേബിൾ ഡാറ്റയ്ക്ക് കൂടി എന്ത് കൊടുക്കാം, ടേബിൾ ഡാറ്റയ്ക്ക് പാഡിങ് കൊടുക്കാം. ഓക്കെ, പാഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 പിക്സൽ കൊടുത്തു. അപ്പൊ വേണ്ട, ഉള്ളിലേക്ക് കയറിയുന്നില്ലേ. അപ്പോൾ പാഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലമെന്റ് അതിന്റെ ബോർഡറിന് ഉള്ളിലേക്ക് സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിന്റെ കോണ്ടൻസ്, അതായത് അതിന്റെ പാരന്റ് എലമെന്റും ചൈൽഡ് എലമെന്റും എന്നുള്ള രീതിയിൽ. അതായത്
ഒരു എലമെന്റ് ഒരു ബോർഡർ ഉണ്ടെന്ന് കരുതി. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് വേറെ സംഭവം കാണിച്ചുതരാം. ഒരു ബോർഡർ ഇപ്പൊ നമുക്ക് ഒരു ബോർഡർ വരക്കണം, അല്ലെങ്കിൽ ഒരു എലമെന്റിന് ഇപ്പൊ ഇവിടെ എന്താണ് ഒരു H1 ഉണ്ട്, ഹലോ വേൾഡ്. ഓക്കെ, ഈ ഒരു H1 ഉണ്ട്. H1 നമുക്ക് എന്താണ് ഒരു ബോക്സിനുള്ളിലാക്കണം എന്ന് വെച്ചാൽ അതിന് നമുക്ക് div എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു എലമെന്റ് ഉണ്ട്. ആ div എന്താണ് ഒരു കണ്ടെയ്നർ പോലെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ എലമെന്റ്സ്, ചിലപ്പോൾ ഒന്നല്ല ഇനിയിപ്പോ H3 ഉണ്ടെന്ന് കരുതാം. H3 ഹലോ വേൾഡ്, ഈ ഒരു രണ്ട് എലമെന്റ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒറ്റ കണ്ടെയ്നറിനുള്ളിലാക്കിയിട്ട് വെക്കാം. അതിനാണ് നമ്മൾ div യൂസ് ചെയ്യുന്നത്. ഇതിന് രണ്ടിനും കൂടി ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആക്കിയില്ലേ, അല്ലെങ്കിൽ ഒരു ഒറ്റ സെക്ഷൻ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിച്ചൂടെ, അല്ലെങ്കിൽ ഇത് രണ്ടിനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോമൺ സ്റ്റൈൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ഗ്രൂപ്പ് എലമെന്റ്സുകൾ നമുക്കൊരു ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, div യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, divലൊരു നമുക്ക് എന്ത് ചെയ്യാം, divന് നമുക്കൊരു പാഡിങ് കൊടുക്കാം. divന് കുറച്ച് സ്റ്റൈൽ കൊടുക്കാം. പാഡിങ് അല്ല, div ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്, ബാക്ക്ഗ്രൗണ്ട് കളർ ഹോളിവുഡ് കണ്ടോ, കളർ വന്നില്ലേ. ഇനി നമ്മളൊരു മാർജിൻ കൊടുത്തു എന്ന് കരുതാം. മാർജിൻ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മാർജിൻ കൊടുക്കുമ്പോൾ കാണാം, നമുക്ക് മാർജിൻ ലെഫ്റ്റ് കൊടുത്തു. മാർജിൻ ലെഫ്റ്റ് ഒരു 20 പിക്സൽ കൊടുത്തു. കണ്ടോ, ഇവിടെ ഒരു 20 പിക്സൽ എന്ത് ചെയ്തു, സ്പേസ് എടുത്തു. അപ്പൊ എന്താണ്, ബോർഡറിന്റെ പുറത്തോട്ട് നമുക്ക് ബോർഡർ ഇല്ല, ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ബോർഡർ കൊടുക്കാം. ഞാൻ കാണിച്ചു തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ഉള്ളതിനെ കൊണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് കളറിന്റെ പുറത്തോട്ടാണ് നമുക്ക് എന്തെടുക്കുന്നത്, അതായത് ഈ div എന്ന് പറഞ്ഞ എലമെന്റ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അവിടുന്ന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബോർഡർ കൂടെ കൊടുക്കാം. ബോർഡർ കൂടെ കൊടുത്താൽ കൺഫ്യൂഷൻ മാറും. ബോർഡർ എത്രയാ, 2 പിക്സൽ അല്ലെങ്കിൽ 1 പിക്സൽ, 1 പിക്സൽ സോളിഡ് ബ്ലാക്ക് കൊടുത്തു. കണ്ടോ, ഒരു ബോർഡർ വന്നില്ലേ, ഒരു 2 പിക്സൽ ആക്കുന്നുണ്ട്, കാണുന്നില്ല അല്ലേ, ഒരു 2 പിക്സൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ബോർഡർ വന്നില്ല, തിക്കായിട്ടുള്ള ഒരു ബോർഡർ വന്നില്ല, കുറച്ചും കൂടി. ഇവിടെ എന്ത് ചെയ്തു, അപ്പൊ ഇതിന് പുറത്തോട്ട്, അപ്പൊ div എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്നാണ് ഇത്, ഇത്ര പോലെ div വരുന്നുള്ളൂ. ഇതില് ഈ ലെഫ്റ്റിലോട്ട് എന്തെടുത്തിട്ട് ഒരു വൈറ്റ് സ്പേസ് വരുന്നുണ്ട്, അതാണ് എന്ത് നമ്മൾ കൊടുത്ത മാർജിൻ. സെയിം കേസിൽ ആ divനെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, പാഡിങ് കൊടുക്കാം. പാഡിങ് ലെഫ്റ്റ് കൊടുത്തു എന്ന് എഴുതാം. പാഡിങ് ലെഫ്റ്റ് കൊടുത്തു, എത്ര കൊടുത്തു, 20 ഉള്ളത് എന്ത് ചെയ്തു, ഒരു 40 പിക്സൽ കൊടുത്തു. അപ്പൊ വേണ്ട, ഈ ബോർഡറിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, ഒരു സ്പേസ് എടുത്തു. ബോർഡറിന്റെ പുറത്തോട്ട് ഒരു സ്പേസ് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ എലമെന്റിന്റെ പുറത്തോട്ട് ഒരു സ്പേസ് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ ഔട്ടർ സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻ വിളിക്കാം. അല്ലെങ്കിൽ എലമെന്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇന്നർ സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാഡിങ് യൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു പാഡിങ് ഉള്ളതിന് ഫുള്ളായിട്ടും കൊടുക്കാം, പാഡിങ് ലെഫ്റ്റ് കൊടുക്കാം, പാഡിങ് ബോട്ടം കൊടുക്കാം, പാഡിങ് റൈറ്റ് കൊടുക്കാം, പാഡിങ് ടോപ്പ് കൊടുക്കാം, ഏത് രീതിയിലും കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എന്താ പാഡിങ് എന്ത് ചെയ്തു, ഞാനൊരു 30 പിക്സൽ കൂടി കൊടുത്തു. അതെന്ത് ചെയ്തു, അപ്പൊ 4 സൈഡിലും എന്തെടുക്കും, പാഡിങ് എടുക്കണം അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തുള്ളത്. കണ്ടോ, പാഡിങ് ബോട്ടം നിന്ന് എടുത്തു, ടോപ്പ് നിന്ന് എടുത്തു, ലെഫ്റ്റ് നിന്ന് എടുത്തു, എല്ലായിടത്തും എന്തെടുത്തു, 30 പിക്സൽ വീതം എടുത്തു. അപ്പം മാർജിനും പാഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ടാബിളിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ TDക്ക് നമ്മളൊരു പാഡിങ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ടെക്സ്റ്റുകൾ മാറി, എന്ത് ചെയ്തു, ഉള്ളിലേക്ക് കുറച്ചൊരു സ്പേസ് എടുത്തിട്ട് ഉള്ളിലേക്ക് വന്നു. അതേപോലെ തന്നെ റോൾ എന്താ പറയുക, ടേബിൾ ഹെഡിന് TD കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ കണ്ടില്ലേ, ഇതൊന്ന് ഫില്ലായി കിടന്ന കോളംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫില്ലായി കിടക്കണ പോലെ ടെക്സ്റ്റ് ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു. അതെന്ത് ചെയ്തു, 4 സൈഡിലും ചെറിയൊരു സ്പേസ് എടുത്തിട്ട് ഒന്ന് ഫ്രീ ആക്കിയിട്ട് എന്ത് ചെയ്തു, ടാബിൾ സെറ്റ് ചെയ്തു. ഇപ്പൊ കാണാനൊരു വൃത്തിയില്ലേ അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മാർജിനും പാഡിങ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ എന്ത് പറഞ്ഞു, div പറഞ്ഞു. div എന്താണ്, ഒരു കണ്ടെയ്നർ ആണ്. എന്തിനുള്ള, നമുക്ക് മൾട്ടിപ്പിൾ എലമെന്റ്സുകളുമാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട്
സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടി എച്ചിന് എന്ത് ചെയ്തു, ബോർഡർ 2 പിക്സൽ സോളിഡ് ബ്ലാക്ക്. ടി ഡിക്ക് എന്ത് ചെയ്തു, ബോർഡർ 2 പിക്സൽ സോളിഡ് ബ്ലാക്ക്. ടാബിളിന് എന്ത് ചെയ്തു, ബോർഡർ 2 പിക്സൽ സോളിഡ് ബ്ലാക്ക്. ഈ മൂന്നിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള എന്തുണ്ട്, ഒരു സ്റ്റൈലില്ലേ അല്ലേ? ബോർഡർ ഡിവിലും ഉണ്ട് അല്ലേ, ഡിവിലും ഉണ്ട്. അപ്പൊ ഈ നാലെണ്ണത്തിൽ നമുക്ക് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട്. അപ്പൊ എന്തിനാ ഇത്രയും പ്രാവശ്യം വീണ്ടും വീണ്ടും ഒരേ സ്റ്റൈൽ വീണ്ടും വീണ്ടും ഇങ്ങനെ എഴുതുന്നു അല്ലേ? നമുക്ക് ഒരു എളുപ്പപ്പണിയുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ബോർഡർ 2 പിക്സൽ സോളിഡ് ബ്ലാക്ക് ഒരു പ്രാവശ്യം, ബോർഡർ 2 പിക്സൽ സോളിഡ് ബ്ലാക്ക് രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ബോർഡർ 2 പിക്സൽ സോളിഡ് ബ്ലാക്ക് മൂന്നാമത്തെ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ഇവിടെ നിന്ന് നാലാമത്തെ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. 4 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരേ സ്റ്റൈൽ വീണ്ടും വീണ്ടും വിളിച്ചിട്ടുണ്ട്. നമുക്ക് എന്തിനാ അതിന്റെ ആവശ്യമില്ല ശരിക്കും. അതിനെന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഏതൊക്കെ എലമെന്റ്സിൽ നമുക്കത് വേണം, ടാബിൾ, രണ്ടാമത്തത് ടി എച്ച്, മൂന്നാമത്തത് ടി ഡി, നാലാമത്തത് ഡിവ്. ഓക്കെ, ഈ 4 എലമെന്റിനല്ലേ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു സ്റ്റൈൽ എടുത്തിട്ട് കൺട്രോൾ എക്സ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് ഫുള്ള് ഞാൻ ഒഴിവാക്കാം കേട്ടോ. ബോർഡേഴ്സ് ഞാൻ എല്ലായിരുന്നു ഒഴിവാക്കി. ആദ്യം ഒഴിവാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഇതും ഇപ്പം തന്നെ വേണ്ട, ഞാൻ ഒഴിവാക്കുന്നുണ്ട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇത് എല്ലാം ഒഴിവാക്കിയപ്പോൾ എന്ത് ചെയ്തു, എല്ലാറ്റും ഈ ടാബിളിൽ നിന്ന് ബോർഡർ പോയി, ഈ ടാബിൾ ഡാറ്റയിൽ നിന്ന് ബോർഡർ പോയി, ടാബിളിൻ്റെ ഹെഡിൽ നിന്ന് ബോർഡർ പോയി, ഈ ടാബിളിൽ നിന്നും അതേപോലെ തന്നെ പോയിട്ടുണ്ട്, ഈ ഡിവിനും കൊടുത്തിട്ടുള്ള ബോർഡർ അതേപോലെ തന്നെ പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനി അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ പോലെ ടാബിള് ടി എച്ച് ടി ഡി ഡിവ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഒറ്റ പ്രാവശ്യം എന്ത് ചെയ്തു, ആ സ്റ്റൈൽ എഴുതി, സേവ് ചെയ്തു, വന്നു, എന്തായി എല്ലാവരും വന്നില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, സ്റ്റൈൽ എഴുതാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്താ പറയുക, ഗ്രൂപ്പ് സെലക്ടർ എന്ന് പറയും. അപ്പം എലമെന്റ് സെലക്ടർ പറഞ്ഞു, ഗ്രൂപ്പ് സെലക്ടറും പറഞ്ഞു അല്ലേ, മനസ്സിലായോ? പിന്നെ ഇനി ക്ലാസ് സെലക്ടർ ഉണ്ട്, ഐ ഡി സെലക്ടർ ഉണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൂടി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് സെഷനിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് മേ ബി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യാം, എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും കേട്ടോ.